നമസ്കാരം. പോയ വർഷത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ലോകം 2013 സ്വാഗതം. യുദ്ധങ്ങൾ, കലാപങ്ങൾ, അധികാര കൈമാറ്റങ്ങൾ, അട്ടിമറികൾ, ഞെട്ടിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന വമ്പൻ ദുരന്തങ്ങൾ, ആഘോഷങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ദിനങ്ങൾ, സമ്മിശ്രമായ വികാരങ്ങളും വാർത്തകളുമായി ഒരു വർഷം കൂടി കടന്നുപോകുന്നു. 2013 തുടർച്ചയായി കാലചക്രം 2014 നീങ്ങുന്നു. പോയ വർഷത്തിൻ്റെ തുടർച്ചയായി ലോകം ഇനിയും മാറാനിരിക്കുന്നു. മാറുന്ന ലോകത്തിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും 2013 മാറിയ ലോക സാഹചര്യങ്ങൾ, സംഭവങ്ങൾ എന്തൊക്കെയെന്ന് ഒരു തിരിഞ്ഞുനോട്ടം. ഒരു ലോകയുദ്ധം മാറിപ്പോയ വർഷമാണ് 2013. അതുകൊണ്ട് തന്നെ സിറിയയിലെയും ഇറാനിലെയും സംഭവ വികാസങ്ങൾ പോയ വർഷത്തെ സംബന്ധിച്ച് ലോകത്തിന് സുപ്രധാനമാകുന്നു. 2 കൊല്ലം നീണ്ട ഇറാൻ ആണവ പ്രതിസന്ധിക്കും താൽക്കാലിക ശമനം 2013 ഉണ്ടായി. തീവ്ര നിലപാടുകാരൻ അഹമ്മദി നജാദിന്റെ പിന്മാറ്റവും റൂഹാനിയുടെ അധികാരവും സംഭവിച്ച 2013 ഇറാനും മധ്യേഷ്യയ്ക്കും ആശ്വാസം നൽകി. 6 ലോകശക്തികളും ഇറാനുമായി നവംബറിൽ ജനീവയിൽ നടന്ന ചർച്ചയിൽ ആണവ പരിപാടികളിൽ അയവ് വരുത്താൻ ഇറാൻ തയ്യാറായി. പകരം പാശ്ചാത്യ ലോകം ഇറാനെതിരായ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തും. 2012 പേർഷ്യൻ ഉൾക്കടലിനെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നയിച്ച ഇറാൻ പ്രശ്നം അങ്ങനെ തൽക്കാലത്തേക്ക് 2013 ആറിത്തണുത്തു. ഇസ്രായേലിന് തൃപ്തിയില്ലെങ്കിലും ആണവ സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് കുറയ്ക്കാൻ ഇറാൻ തയ്യാറായി. തങ്ങളുടെ ആണവ പരിപാടി അംഗീകരിക്കപ്പെട്ടുവെന്ന് ഇറാനും വിജയം അവകാശപ്പെട്ടു. പേർഷ്യയെ തണുപ്പിച്ച ദിനങ്ങൾ അങ്ങനെ ഇപ്പോൾ കടന്നുപോകുന്നു. ഉത്തര കൊറിയ 2013 യുദ്ധത്തിൻ്റെ കനൽ തീർത്ത മറ്റൊരു രാജ്യം. കിം ജോങ് ഇല്ലിൽ നിന്നും കിം ജോങ് യുന്നിലേക്ക് കൈമാറപ്പെട്ട ഭരണം ദക്ഷിണ കൊറിയയുമായുള്ള കടുത്ത പോരാട്ട വക്കിലേക്ക് സ്ഥിതിഗതികൾ മാറ്റി. ഉത്തര കൊറിയയുടെ യുദ്ധപ്രഖ്യാപനവും സൈനിക നീക്കങ്ങളും കടുത്ത സംഘർഷം മേഖലയിൽ ഉണ്ടാക്കി. എല്ലാത്തിനും കാരണം അമേരിക്കയാണെന്ന് ഉത്തര കൊറിയ കുറ്റപ്പെടുത്തി. ദക്ഷിണ കൊറിയയുമായി അമേരിക്ക നടത്തിയ മാസങ്ങൾ നീണ്ട സൈനിക പരിശീലനങ്ങളാണ് ഉത്തര കൊറിയയെ ചൊടിപ്പിച്ചത്. കിം ജോങ് യുൻ ചെറുപ്പത്തിൻ്റെ ഊർജ്ജസ്വലതയോടെ ആക്രമണത്തിന് തയ്യാറാകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒടുവിൽ ചൈനീസ് ഇടപെടലിൽ ആ പ്രശ്നവും ഒരു യുദ്ധമാകാതെ ഒഴിഞ്ഞുപോയത് ലോകത്തിന് ആശ്വാസം. വർഷാന്ത്യം സ്വന്തം അമ്മാവനായ താങ് ജോങ്ങിനെ വധിച്ച് കിം ജോങ് യുൻ അധികാരത്തിൽ പിടിമുറുക്കിയതായി ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2013 അന്ത്യത്തിലും ഉത്തര കൊറിയയും യുന്നും അങ്ങനെ വാർത്തകളിൽ നിറയുന്നു. യുദ്ധം ദുരന്തവും ദുഃഖവും സമ്മാനിച്ച വർഷമാണ് ആഫ്രിക്കയ്ക്ക് കടന്നുപോയത്. കോങ്കോ, ആഫ്രിക്കയുടെ വജ്രഖനിയിൽ അശാന്തി പർവം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ബോസ്കോ എൻതാഗൻഡെ എന്ന മനുഷ്യക്കുരുതിയുടെ സൂത്രധാരൻ, M23 ഗറില്ല സേനയുടെ നേതാവ് അമേരിക്കയ്ക്ക് കീഴടങ്ങിയതോടെ കോങ്കോ പ്രശ്നം അവസാനിച്ചുവെന്ന് കരുതി. പക്ഷേ അത് അവസാനിച്ചില്ല. യുദ്ധം മറ്റുള്ളവർ ഏറ്റെടുത്തു. പ്രസിഡന്റ് ജോസഫ് കബിലയ്ക്ക് വീണ്ടും പ്രതിസന്ധികൾ സൃഷ്ടിച്ച് നിർത്തിവച്ച യുദ്ധം M23 കോങ്കോ ഗറില്ലകൾ പുനരാരംഭിച്ചിരിക്കുന്നു. ലക്ഷങ്ങൾ കോങ്കോയിൽ അയൽരാജ്യങ്ങളിൽ അഭയാർത്ഥികളായി തീർന്നിരിക്കുന്നു. ദക്ഷിണ സുഡാനും വ്യത്യസ്തമായില്ല.
ആഭ്യന്തര യുദ്ധം ആഫ്രിക്കയിലെ ഈ പാവപ്പെട്ടവരുടെ രാജ്യത്തെ ശവപ്പറമ്പാക്കുന്നു. ലക്ഷങ്ങൾ ഡിസംബർ അവസാനത്തോടെ ദക്ഷിണ സുഡാനിൽ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നു. രണ്ടായിരത്തി 2013 ആഭ്യന്തര യുദ്ധം കണ്ട മറ്റൊരു ആഫ്രിക്കൻ രാജ്യം മാലിയായി. അമേരിക്കയെ പോലെ തന്നെ സാമ്രാജ്യത്വ താൽപ്പര്യം ആഫ്രിക്കയിൽ തങ്ങൾക്കുമുണ്ടെന്ന് ഫ്രാൻസ് മാലിയിലൂടെ തെളിയിച്ചു. റിബലുകളിൽ നിന്ന് മാലിയെ രക്ഷിക്കാൻ ഫ്രഞ്ച് സേന ഗൂഢതാൽപ്പര്യങ്ങളോടെ മാലിയിലിറങ്ങി. സുഡാനിലും ഫ്രാൻസിൻ്റെ താൽപ്പര്യം ഡിസംബറിൽ പുറത്തു വന്നു. ലിബിയയിൽ ഗദ്ദാഫിയെ പിടികൂടി റിബലുകൾക്ക് വധിക്കാൻ വിട്ടുകൊടുത്ത ഫ്രഞ്ച് സേന ആഫ്രിക്കയിൽ അങ്ങനെ 2013ഓടെ സജീവമായി പിടിമുറുക്കുകയാണ്. ആഭ്യന്തര കലാപം പട്ടാള അട്ടിമറിയിലേക്ക് നീണ്ടത് ഈജിപ്തിലും കണ്ടു. ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിലേറിയ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ വലിയൊരു ജനകീയ രോഷത്തിനു ശേഷം പട്ടാളം അട്ടിമറിച്ചു. മുർസി അനുകൂലികളായ മുസ്ലിം ബ്രദർഹുഡ് പ്രവർത്തകർ തെരുവിലിറങ്ങി കലാപം അഴിച്ചുവിട്ടു. നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു. ജനാധിപത്യത്തെ തകർത്ത് പട്ടാള ജനറൽ അബ്ദൽ ഫത്ത അൽ സിസി ഭരണം പിടിച്ചെടുത്തു. ജനാധിപത്യത്തെ അധികാരത്തിലെത്തിച്ച ഈജിപ്ഷ്യൻ വിപ്ലവം ഈജിപ്തിൽ വീണ്ടും പട്ടാളത്തിൻ്റെ കയ്യിൽ അധികാരമെത്തിച്ചിരിക്കുന്നു. പഴയ പട്ടാളത്തലവൻ ഹോസ്നി മുബാറക്ക് ഇനി സ്വതന്ത്രനാകാൻ പോകുന്നു ഈജിപ്തിൽ. തുർക്കിയിൽ ഭരണത്തിലുള്ള തയ്യബ് എർദോഗാന്റെ ഏകാധിപത്യത്തിനെതിരായ സമരം രാജ്യത്തെ മിക്ക നഗരങ്ങളെയും പ്രക്ഷുബ്ധമാക്കിയത് 2013 കണ്ടു. തുർക്കിയിൽ അശാന്തി ഇപ്പോഴും തുടരുകയാണ്.